മിശിഹായിലേറ്റം സ്നേഹം നിറഞ്ഞവരെ, പുതിയൊരു തപസ് കാലത്തിലൂടെ നാം കടന്നു പോവുകയാണ്. ഇന്ന് ക്ഷാര ബുധനാഴ്ച. അനുതപിക്കുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ, അനുതാപത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് കർത്താവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് മാറും. ഇതാണ് ഓരോ ക്ഷാരബുധനും നമ്മളോട് പറയുന്നത്. മനുഷ്യ, നീ പൊടിയാണ്, പൊടിയിലേക്ക് മടങ്ങും. മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത മനുഷ്യൻ മണ്ണിലേക്ക് തന്നെ തിരികെ പോകുമെന്നും അവൻ്റെ അവസാന നാളുകൾ ദൈവത്തോടുകൂടെ ആയിരിക്കണമെന്നും ദൈവികമായ ചിന്തയോടുകൂടെ ആയിരിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം കൂടെയാണ് ക്ഷാരബുധനാഴ്ച. ഓരോ വായനയിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ സുവിശേഷം ഉൾപ്പെടെ നമ്മെ ഓർപ്പിക്കുക എപ്രകാരമാണ് നമ്മൾ നോമ്പ് ആചരിക്കും. നോമ്പ് ഒരു മനുഷ്യനെ മാനസികമായും ശാരീരികമായും ആത്മീയമായും ബലപ്പെടുത്തുകയും അവനെ നന്നാക്കുകയും ചെയ്യുന്നതാണ്. അവൻ്റെ വീഴ്ചകളുള്ള മേഖലകളെക്കുറിച്ച് ചിന്തിക്കുവാനും അതിനനുസൃതമായി അവൻ്റെ ജീവിതം ക്രമപ്പെടുത്തുവാനും അവനെ സഹായിക്കും. എല്ലാ കാര്യങ്ങളിലുമുള്ള നിയന്ത്രണം ഏറെ പ്രത്യേകമായി അവനെ ശക്തനാക്കുന്നു. മറ്റു പല കാര്യങ്ങളിലും പ്രത്യാശയുള്ളവനാക്കി തീർക്കും. ഓരോ നിമിഷവും ഓരോ ദിവസത്തെ ഉപവാസ ക്രിയകളിലൂടെ കടന്നു പോകുമ്പോഴും അവൻ ആർജിക്കുന്നത് ദൈവികമായ കൃപകളാണ്. ഈ ക്ഷാരബുധനാഴ്ചയും നമ്മൾ ആരംഭിക്കുന്ന ഓരോ ഉപവാസ പ്രക്രിയകളും അതിൻ്റെ 40 ദിവസം തുടരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.